السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. صدق الله العلي العظيم. ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ ബഹുമാന്യോദ്യരായ ഉസ്താദുമാരെ, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംവദിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തിലെ സർവ്വമതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സമൂഹങ്ങളും എല്ലാം ഒരുപോലെ മഹത്വത്തിന്റെ പരിവേഷം നൽകുന്ന ബന്ധമാണ് മാതൃപിതൃബന്ധം. മനുഷ്യൻ നാഗരികവും സാംസ്കാരികവുമായി വികാസം പ്രാപിച്ചിട്ടില്ലാത്ത അതിപ്രാചീന കാലത്തിൽ പോലും മാതൃപിതൃബന്ധങ്ങൾക്കും അവരോടുള്ള കടമകൾക്കും കടപ്പാടുകൾക്കും പവിത്രത കണ്ടിരുന്നു. അല്ലയോ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ചില നിർദ്ദേശങ്ങൾ, ചില വിധികൾ അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. നബിയേ, താങ്കളുടെ നാഥനായ പടച്ചവൻ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ വിധിക്കുകയാണ്. ഒന്നാമതായി അല്ലാഹു ഇത് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനെയും ഈ ലോകത്ത് നിങ്ങൾ ആരാധിക്കരുതേ, ഒരാളെയും ആരാധ്യ വസ്തുവായി കാണരുതേ. രണ്ടാമതായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ, നന്മയിൽ വർദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف. മാതാവോ പിതാവോ രണ്ടിൽ ഒരാളോ രണ്ടാളുകളും ഒരുമിച്ചോ നിന്റെ അടുക്കൽ പ്രായാധിക്യമായ സമയത്ത് എത്തിച്ചാൽ, ഖുർആനിന്റെ ഒരു ഭാഷയാണ്, ഒരു പ്രയോഗമാണ്. ഏത് സമയത്താകട്ടെ, ഏത് പ്രായത്തിലാകട്ടെ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞതിന് തൊട്ടുടനെ അള്ളാഹു കൽപ്പിച്ചു. വ്യത്യസ്തമായ ആയത്തുകളിലൂടെ അള്ളാഹു ഇതേപോലെ കൽപ്പന നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞതിനോട് ചേർത്ത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ, അവരെ ശ്രദ്ധിക്കണേ, അവരെ പരിപാലിക്കണേ എന്ന് പ്രത്യേകമായി മക്കളോട് അള്ളാഹു ഉണർത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു അവരെ ഏറ്റവും കൂടുതൽ ഗൗനിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് പ്രായം ചെല്ലുമ്പോഴാണ്. കാരണം അപ്പോഴാണ് അവർ തളരുക, ശരീരമല്ലാതെ ക്ഷയിക്കുന്നത് അപ്പോഴാണ്. ബലക്ഷയം സംഭവിക്കുമ്പോൾ അവരെ പിടിച്ചു നിർത്താൻ അനിവാര്യമാണ്. അവർക്ക് വേണ്ടുന്ന വെള്ളം നൽകണം, വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുക്കണം. ഒരു മോശമായ വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കരുത്. അതാണ് ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയരുതെന്നതിൻ്റെ അർത്ഥം. മാതാവും പിതാവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുത്താണ്. അവർ മുറുകെ പിടിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യണേ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളണേ. വിശുദ്ധ ഖുർആനിലൂടെ അധ്യാപനമാണ്.
അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നെ ചെറുപ്രായത്തിൽ എന്നെ പരിപാലിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ. അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവർക്ക് നീ കരുണ ചൊരിയണേ നാഥാ. വാപ്പായും ഉമ്മായും ഒക്കെ മരിച്ചാൽ അവരെ നാം സ്ഥിരമായി സിയാറത്ത് ചെയ്യാം, മുടങ്ങരുതേ. അങ്ങനെ ചെയ്താൽ വാപ്പാക്ക് ഗുണം ചെയ്തവനായി നിന്നെ എത്തിക്കും, ഉമ്മാക്ക് ഗുണം ചെയ്തവനായി നിന്നെ എത്തിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചിലപ്പോൾ ചെറുപ്രായത്തിൽ ചില വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടാവാം. അത് പൊരുത്തപ്പെടിക്കാൻ കിട്ടുന്ന അവസരം ഇങ്ങനെയാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ആഫിയത്തിനും സിഹത്തിനും വേണ്ടി ദുആ ചെയ്യണം. കൂടാതെ അവർക്ക് വേണ്ടി ഖിദ്മത്തെടുക്കാൻ നാം സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കൂടാതെ മരണപ്പെട്ടു പോയവർക്ക് മഅഫറത്തും മർഹമത്തും നൽകി നാളെ അവരോടൊപ്പം സുബലോക സ്വർഗ്ഗത്തിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.